ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കൊരുങ്ങി LDF. ശനിയാഴ്ച ഇടതുമുന്നണി യോഗം ചേരും. 11, 12 തീയതികളിൽ CPM നേതൃയോഗങ്ങളും ചേരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും വരെ കാത്തിരിക്കാതെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ഒരുക്കത്തിലാണ് LDF. 4 സീറ്റുകളിൽ മത്സരിക്കുന്ന ഘടകകക്ഷിയായ CPIയിൽ ഏകദേശം സ്ഥാനാർത്ഥി പട്ടിക ആയിട്ടുണ്ട്. CPM 15 സീറ്റുകളിലേക്കാണ് മത്സരിക്കുക. ജില്ലകളിൽ ചർച്ച ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് CPM സെക്രട്ടേറിയറ്റാണ് അംഗീകാരം നൽകി പട്ടിക തയ്യാറാക്കേണ്ടത്. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിക്കണം. ലോക്സഭാ മണ്ഡലം കമ്മിറ്റികളും പട്ടിക ചർച്ച ചെയ്യും. ജില്ലകളിൽ അനൗപചാരിക ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 11, 12 തീയതികളിൽ CPM നേതൃയോഗങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ ധാരണയുണ്ടാകും. ഇതേ തീയതികളിൽ CPI നിർവാഹക സമിതിയും യോഗം ചേരും. അതിനു മുൻപ് 10-ന് LDF യോഗത്തിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഔദ്യോഗിക ചർച്ചകൾ നടക്കും. സീറ്റ് വിഭജന ചർച്ചകളൊക്കെ നല്ല നിലയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്ത് ഓരോ മണ്ഡലത്തിൻ്റെ ഈ സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ ഞങ്ങൾ മുന്നണിക്കകത്ത് വിശദമായി ചർച്ചയും പരിശോധനയും ചിന്തയും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ 10-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ചേരുന്നുണ്ട്. കോട്ടയം സീറ്റിനു പുറമെ പത്തനംതിട്ട സീറ്റ് കൂടി കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ CPMന്റെ സിറ്റിംഗ് സീറ്റായ പത്തനംതിട്ട വിട്ടുനൽകുന്നതിൽ അഭിപ്രായ ഏകീകരണമായിട്ടില്ല. തീരുമാനമെടുക്കുന്നതിന് കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി ഉഭയകക്ഷി ചർച്ച വരും ദിവസങ്ങളിലുണ്ടാകും. ജനം, തിരുവനന്തപുരം.